വെൽക്കം ബാക്ക് ടു അനദർ പ്രൊഡക്റ്റീവ് സൺഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ അടുത്തുള്ള കടയത്ത് കോഫി കുടിച്ചിട്ടാണ്. ഇവിടെ വന്നപ്പോൾ തൊട്ട് എൻ്റെ ഡേ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരു കോഫി അഡിക്റ്റായി മാറി. ആൻഡ് ഇപ്പം എനിക്ക് കോഫി ഇല്ലാണ്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തോ പോലെയാണ്. എൻ്റെ ഡെസ്ക് അല്ലെങ്കിൽ എൻ്റെ ടേബിളിൻ്റെ കോലം നിങ്ങൾ കണ്ടല്ലോ. എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും ഞാൻ അവിടെ കൊണ്ടുപോയി അത് വെക്കും. എനിക്കറിയാം എന്നെപ്പോലത്തെ പലരും ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ 2-3 ദിവസമായി വിചാരിക്കുന്നതാണ് ഈ ഡെസ്ക് അല്ലെങ്കിൽ ടേബിളൊന്ന് ക്ലീൻ ആക്കണം എന്നുള്ളത്. അപ്പോൾ കോഫി കുടിച്ച് വന്ന പാട് എന്തോ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടി. അങ്ങനെ ഞാനത് ക്ലീൻ ആക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ എൻ്റെ മ്യൂസിക് ചാനൽ കാണുന്നത്. വെറും 2 പേജേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച ബുക്കാണ് ഇത്. അങ്ങനെ കുറേ നേരം അത് ക്ലീൻ ആക്കുന്നതിൽ തന്നെ പോയി. ആൻഡ് എൻ്റെ ഫസ്റ്റ് ടാസ്ക് ഞാൻ ചെയ്തു. ഞാൻ ഒരു ടു ഡു ലിസ്റ്റ് എല്ലാം എഴുതി വെച്ചായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് സൺഡേ എന്ന് പറയുന്നത് എനിക്കെൻ്റെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. പണ്ടെന്ന് പറയുമ്പോൾ സൺഡേസിന് പുറത്ത് പോകണം, ഫ്രണ്ട്സിനെ കാണണം, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം എനിക്ക് സൺഡേ എന്ന് പറയുന്നത് വീട്ടിലിരിക്കണം, സെൽഫ് കെയർ ചെയ്യണം, ഇതൊക്കെയാണ്. എന്താണെന്നറിയില്ല, അഡൾട്ടിങ് എന്ന് വിളിക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ഡേ ആണ്. പണ്ട് തൊട്ടേ അമ്മ വെളിച്ചെണ്ണയാണ് എനിക്ക് തേച്ച് തരാറ്. ആൻഡ് കുറച്ച് കാലങ്ങളായിട്ട് വീട്ടിൽ കോട്ടക്കൽ നീലഭൃംഗാതി ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ഡൺ വണ്ടേഴ്സ് ടു മൈ ഹെയർ. ഞാൻ സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. കാരണം എൻ്റെ ഡിഗ്രിയിൽ ഞാൻ സ്ട്രെയിറ്റൻ ചെയ്ത് നല്ല ഡാമേജ് ആയിരുന്നു. പിന്നെ ഞാൻ സ്ട്രെയിറ്റനിങ് നിർത്തി ടോട്ടലി നീലഭൃംഗാതി ആയിരുന്നു. ആ സമയത്ത് എൻ്റെ മുടി നല്ല ഹെൽത്തി ആയിരുന്നു. പക്ഷെ പിന്നെ എൻ്റെ ഒരു ആഗ്രഹം കാരണം ഞാൻ സ്മൂത്തനിങ് ചെയ്തു. അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന നീലഭൃംഗാതി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ബാൻഡ് വെച്ചാണ് കെട്ടാറ്. ഈ ബാൻഡ് ഞാൻ വാഷ്റൂമിൽ വെക്കാറുള്ള ബാൻഡാണ്. അതായത് ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ കെട്ടാനും പിന്നെ നമ്മൾ ഈ കണ്ടീഷണർ തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമല്ലോ. ആ വെയിറ്റ് ചെയ്യുമ്പോൾ തേക്കാൻ വെച്ച സെപ്പറേറ്റ് ബാൻഡാണ് അത്. ഒരു മാസമായിട്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയും ഈ ഫോക്സ്ടെയിലിൻ്റെ ടാൻ റിമൂവൽ മാസ്കാണ് തേക്കുന്നത്. ഇത് വിഷ്ണുജ സജസ്റ്റ് ചെയ്തതാണ്. ആൻഡ് ദിസ് വർക്ക്സ് വെൽ. കാരണം ഇത് തേച്ചിട്ട് ഞാൻ അങ്ങനെ ടാൻ അടിച്ച പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ കുറച്ചല്ല, ഒരു മാസമായിട്ട് എൻ്റെ സൺഡേസ് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ കുറേ ആയി ഞാൻ ഈ വ്ളോഗ്സ് ചെയ്തിട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഞാനങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ല. അതിന് പ്രത്യേകിച്ച് റീസൺ ഇല്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ബി കൺസിസ്റ്റൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതാനിരുന്നു. കുറേ എഴുതാനുണ്ടായിരുന്നു. കാരണം എൻഡ് ഓഫ് ദ സെമിസ്റ്റർ ആയതുകൊണ്ട് തന്നെ റെക്കോർഡ് വർക്ക്സ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അസൈൻമെൻറ്റ്സ്, PPT, അങ്ങനെ ഇഷ്ടം പോലെ. അങ്ങനെ നമ്മൾ കുളിച്ചെല്ലാം കഴിഞ്ഞ് ഇത് എഴുതാൻ വേണ്ടിയിരുന്നു. പക്ഷേ ഞാൻ 2 പേജ് എഴുതിയപ്പോഴേക്കും എനിക്ക് ബോറടിച്ചു. കാരണം കുളിച്ച് കഴിഞ്ഞ് വന്ന് എഴുതുന്നത് അങ്ങനത്തെ ഒരു കോസി ആയിട്ടുള്ളൊരു സംഭവമല്ലേ. അപ്പം ഞാൻ നേരെ ഫുഡ് എടുത്തിട്ട്, ബിരിയാണി ആയിരുന്നു. ആൻഡ് ഞാനൊരു സീരീസ് കാണാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതും ഞാൻ ഹാഫിലിട്ട് കഴിഞ്ഞ് നല്ല ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റേ ഗോൾഡൻ ആറിൽ നല്ല രസമായിരുന്നു റൂം കാണാൻ. അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെയും കാപ്പി കുടിക്കാൻ പോവാന്ന്. ഇത് ഞാൻ മീനീസോന്ന് വാങ്ങിച്ചൊരു ലിപ് ബാമാണ്. ഒരു ടിൻറ്റ് തരും. ബട്ട് നോട്ട് ടു മച്ച് ലൈക്ക് ലിപ് ബാം ബട്ട് ഓക്കേഷ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതും. പിന്നെ എനിക്കിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു കോഫി കുടിക്കാനാണല്ലോ, അതും അടുത്തുള്ള കടയിലോട്ട്. അതിന് നമ്മളിങ്ങനെ ലിപ്സ്റ്റിക്ക് അത്രയ്ക്കും ഇടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചൊരു എൻ്റെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് പിൽഗ്രിമിൻ്റെ ബോസി ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ബ്രൗണിൻ്റെ ഒരു ഇത്തിരി പോലും ഇതിൽ എത്തത്തില്ല, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഞാനൊരു കോഫി അഡിക്റ്റാണ്. അപ്പോൾ വൈകുന്നേരം രാവിലെ എനിക്ക് കോഫി നിർബന്ധമാണ്. അങ്ങനെ ഞാൻ പോയി കോഫി എല്ലാം കുടിച്ചു. നല്ല വെതറായിരുന്നു ഇന്ന്. ലൈക്ക് മഴ പെയ്യും എന്നാൽ വെയില്ല, അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു വെതറായിരുന്നു. അങ്ങനെ ഞാനിരുന്ന് എഴുതാൻ തുടങ്ങി. സംഭവം ഇത് സബ്മിഷൻ ഡേറ്റ് ട്യൂസ്ഡേ ആയിരുന്നു. പക്ഷേ ഞാൻ ഒറ്റ ഇരിപ്പിനിരുന്നു. എനിക്കങ്ങനെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ ഇരിപ്പിന് തീർക്കുന്നതാണ് ഇഷ്ടം. പ്രോക്രാസ്റ്റിനേഷൻ ഞാൻ അത്രയ്ക്ക് അങ്ങനെ ചെയ്യാറില്ല. അപ്പം നമ്മൾ അതെല്ലാം ചെയ്ത് വൈകുന്നേരം കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ കബോർഡിൽ ഈ ന്യൂട്ടല ഉള്ളത് ആലോചിച്ച് അങ്ങനെ നമ്മൾ ന്യൂട്ടലയൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു, പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി ചെയ്തു. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഇഫ് യു ലൈക്ക്, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.